ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയോടെ സുഖമായിട്ടിരിക്കണം കേട്ടോ, നല്ല സുഖത്തിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ വീഡിയോസ് ഒന്നും ഇടലില്ല. കാരണം നോമ്പാണ്, 2 ചാനലും കൂടി എത്താത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കണ്. ഇൻഷാ അല്ലാ ഞാൻ നോമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെമീറാൻ്റെ ബാക്കി എപ്പിസോഡ് എന്തായാലും ഇടും കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഞാൻ ചടപ്പിക്കൂല, ഞാൻ ഒരിക്കൽ ചടപ്പിച്ചതാണ്. ഇനിയും ഞാൻ ഇടൂല നിങ്ങൾ വിചാരിക്കരുത്. കാരണം നോമ്പായതുകൊണ്ട് മാത്രമാണ് ഞാനത് അവിടെ നിർത്തി വെച്ചത് കേട്ടോ. 2 ചാനലും കൂടി നടക്കണില്ല. പിന്നെ നിങ്ങൾക്കറിയാലോ, ഈ ചൂടും നോമ്പെടുത്തുങ്ങാണ്ടുള്ള ഈ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഭയങ്കര തന്നെ കേട്ടോ. തൊണ്ട ഇങ്ങനെ വറ്റണ പോലൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൽ വീഡിയോസ് ചെയ്യാത്തത്. പിന്നെ മെയിൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മുതലേ വീഡിയോസ് ചെയ്ത് ശീലമുള്ള ചാനലല്ലേ, അത് പെട്ടെന്ന് നിർത്താൻ വയ്യല്ലോ. അതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അതിലും വീഡിയോസ് ഇടുന്നത് കേട്ടോ. നിർത്തി കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് അങ്ങനെ കയറൂല, അതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. ഇൻഷാ അല്ലാ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും കേട്ടോ. പിന്നെ ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ 3-4 ദിവസം മുന്നേ ഓനവിടെ കളിക്കണതിൻ്റെ ഇടയിലൊന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ് അന്ന് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കൈ വേദന ഉണ്ട് എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കും. ഈ കൈയേറ്റ് ഫുള്ള് വിക്രസാണ് കേട്ടോ. അതിൻ്റെ കോലാണ് ഈ കാണുന്നത്. 3 ദിവസമായിട്ടുള്ളത് കേട്ടിട്ട്. അപ്പോൾ അതിൻ്റെ കോലം കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ എന്തിൻ്റെ മോത്ത് നോക്കുന്നത് ഓൻ്റെ മോത്തുക്ക് ഇങ്ങനെ നോക്കി നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ അപ്പോൾ 3-4 ദിവസം മുന്നേ ഓൻ വീണ് കുറച്ച് ഉയരത്തുനിന്ന് താഴത്തേക്ക് വീണ് കൈ ഇങ്ങനെ കുത്തിയിട്ടാണ് വീണത്. അപ്പോൾ ഈ കൈയിൻ്റെ കണ്ണിയുടെ ഭാഗത്തും അതിൻ്റെ കുറച്ച് താങ്ങനായിട്ട് ചതവുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റർ ഇടണമെന്ന് ചോദിച്ചു ഡോക്ടറോട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്ലാസ്റ്ററിൻ്റെ ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടി ഇളക്കും. കുട്ടി ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് മാറാൻ പണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൈ അടയുന്നുണ്ട്, മാറാൻ പണിയാണ് എന്ന് പറഞ്ഞത് കാരണമാണ് പ്ലാസ്റ്റർ ഇട്ടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചതവിനൊന്നും അങ്ങനെ പ്ലാസ്റ്റർ ഇടൂലല്ലോ. പിന്നെ വേഗം മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ദേവന്ന അനക്ക് എവിടെ പോയി? കൈ വേദന ഉണ്ട്. വേദന ഉണ്ട് എന്നാൽ ആള് ഭയങ്കര വികൃതിയാണ് അതേറ്റ്. കണ്ട ബാൻഡേജ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇളക്കും. ബാൻഡേജ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ആൾ ഇളക്കും. അപ്പോൾ മാറൂല പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റർ ഇടാൻ കാരണം കേട്ടോ. ഇവിടെ നിൽക്കും പിന്നെ കൈ അടയുണ്ടെന്ന് വെച്ചില്ല. അപ്പം അങ്ങനെയൊക്കെ ഇൻഷാ അല്ലാ എന്തായാലും ഇനി നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ സെമീറാൻ്റെ പാർട്ട് ഇടൂട്ടോ. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്, നോമ്പായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടാത്തത്. പിന്നെ ഞാൻ വീട് മാറിയ കാര്യം വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. കുറേ ആൾക്കാർ ചോദിക്കണം കേട്ടോ, വീട് മാറിയോ, ഇത് ഏതാണ് വീട് എന്നൊക്കെ പറഞ്ഞിട്ട്. വീട് മാറിയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ലാ. ഞാൻ ഇതുവരെ ഇതിൻ്റെ വീഡിയോസോ ഒരു കാര്യം ഞാൻ എടുത്തിട്ടില്ല. ഓടിട്ട വീടാണ് കേട്ടോ, മറ്റേ പോലെ വാർപ്പിൻ്റെ വീടൊന്നുമല്ല. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, കമൻറ്റ് ചെയ്യട്ടെ. മെയിൻ ചാനലിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, നിങ്ങളാരും കണ്ട് കമൻറ്റ് ചെയ്യണില്ല തോന്നുന്നു. ഞാൻ സെക്കൻഡ് ചാനലിൽ മാത്രം കാണുന്ന ആൾക്കാരാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും മെയിൻ ചാനൽ കാണുക. RJ World 1 2 3 എന്ന് അടിച്ചു നോക്കിയാൽ നമ്മളെ ചാനൽ കാണും. അതിൽ നല്ല അടിപൊളി സ്കിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ എന്തായാലും ഓരോ വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. സെമീറാൻ്റെ ബാക്കി തന്നെ ഞാൻ ഇടും. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.